മന്നാക്കുടിയിലെ സംഭവബഹുലമായ ദിവസത്തിന് ശേഷം തേക്കടി തന്നെയുള്ള നമ്മുടെ കൂട്ടുകാരൻ ബൈജു മാനേജ് ചെയ്യുന്ന സ്പൈസസ് ലാബ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് അവിടെയാണ് താമസം. പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ദിവസം പ്ലാൻ ചെയ്തേക്കുന്നത്. സ്പൈസസ് ലാബിൽ നമുക്ക് നല്ലൊരു വെൽക്കമാണ് കിട്ടിയത്. ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം COVID-19 മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് മാസ്കും ഗ്ലൗസും ഒക്കെ ധരിച്ചാണ് നമ്മളെ വെൽക്കം ചെയ്തത്. നമ്മുടെ ബാഗുകളൊക്കെ അവർ സാനിറ്റൈസ് ചെയ്തിട്ടാണ് ഹോട്ടലിലേക്ക് കടത്തി വിടുന്നത്. ഇന്നത്തെ ദിവസം സംഭവങ്ങളായ സംഭവങ്ങൾ നടന്ന ദിവസമാണ്. കാരണം ഇന്ന് ഞങ്ങൾ മന്നാങ്കുടിയിൽ തേക്കടിയിലെ മന്നാങ്കുടിയിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് അവരുടെ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. അപ്രതീക്ഷിതമായ കുറേ സംഭവങ്ങൾ നടന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് ഇത്രയും നല്ലൊരു ഇൻട്രാക്ഷൻ നടക്കുമെന്നോ ഒന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് പോയി അവരുടെ ഭക്ഷണങ്ങളുടെ രീതികളൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് അവിടുത്തെ അപ്പച്ചന്മാരും ഒരു അമ്മച്ചിയൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ അവരാ ഫ്രണ്ട്ഷിപ്പും ഒക്കെ കാണിച്ച്, പിന്നെ പാട്ടായി, ഡാൻസായി, അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് തിരിച്ചു പോയാലോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും താമസിച്ചാലോ എന്നുള്ള പ്ലാനിലെങ്കിലും ഇരുന്നപ്പോഴത്തേക്കാണ് എൻ്റെ ചേട്ടൻ്റെ ക്ലാസ്സിൽ പഠിച്ച ബൈജു എന്ന് പറഞ്ഞിട്ട് ബൈജു ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ, ഒരു റിസോർട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ബൈജുവിനെ ചുമ്മാ ഒന്ന് വിളിച്ചാണ് ഞങ്ങൾ ഇവിടെ തേക്കടിയിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ബൈജുവിനെ വിളിച്ചു. ബൈജു പറഞ്ഞു അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ, നമുക്കിവിടെ കൂടാമെന്നുള്ള രീതിയിൽ സംസാരിച്ച് പിന്നെ ഞങ്ങൾ ഇങ്ങ് വന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് സ്പൈസസ് ലാബ് എന്ന് പറഞ്ഞ റിസോർട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ബൈജു ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ചേട്ടൻ്റെ ക്ലാസ്സിൽ പഠിച്ചാണ്, എൻ്റെ സീനിയറായിട്ട് പഠിച്ചാണ്. ബൈജുവിൻ്റെ സിസ്റ്റർ എൻ്റെ കൂട്ടത്തിൽ പഠിച്ചാൽ. ബൈജു എപ്പോഴും ഇതിലേക്ക് വന്നത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അല്ല, ആക്ച്വലി ഞാനിപ്പം ഗൾഫിൽ പോയിട്ട് വന്നിട്ട് ഞാൻ നമ്മുടെ ഒരു പാർട്ട്ണറും കൂടെ സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സാണ്. റെയിൻവുഡ് ഹോട്ടൽസ് അല്ലേ? കമ്പനിയാണ്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് സ്പൈസസ് ലാബാണ്. സ്പൈസസ് ലാബ് അല്ലേ നിങ്ങളുടെ പ്രൈം പ്രോപ്പർട്ടി? നമുക്ക് മൂന്നാറിൽ അതല്ലാതെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ മാർക്കറ്റിംഗ് നമ്മൾ ആറ്റൂഡ് എന്ന് പറഞ്ഞൊരു ഇത് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഗ്രീൻ കോവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബൊട്ടിക് പ്രോപ്പർട്ടി ഉണ്ട് ആണല്ലേ മൂന്നാറിൽ തന്നെ. പിന്നെ നമുക്കിപ്പോൾ ഒരു കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ പോലെ മേ ബി നമുക്കൊരു പ്രോജക്റ്റും കൂടെ വരുന്നുണ്ട് മൂന്നാർ തന്നെ. മൂന്നാറാണ്. ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻ. ഇവിടെ വന്നിട്ട് നമുക്ക് കിട്ടിയ റൂമിൽ ജക്കൂസിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജക്കൂസിയിലൊക്കെ ഒന്ന് കിടന്ന് റിലാക്സായി വൈകുന്നേരം നമ്മൾ പൂളിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കും പൂൾ സൈഡിൽ നമ്മുടെ ഇവിടുത്തെ ഷെഫ് നമുക്ക് നല്ല കക്ക ഫ്രൈയും ചപ്പാത്തിയൊക്കെ ആയിട്ട് ഒരു ഡിന്നറും റെഡിയാക്കി തന്നു.
ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിട്ട് പോയി. പ്രതീക്ഷിക്കാത്ത ഒത്തിരി സംഭവങ്ങൾ നടന്നു. ഇനിയിപ്പോൾ നാളെ നമ്മുടെ റിസോർട്ടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു കഴിഞ്ഞിട്ട് ആ കാഴ്ചകളിലേക്ക് നമുക്ക് നാളത്തേക്ക് പോവാം. ഇനിയിപ്പോൾ നമുക്ക് ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ സ്പൈസ് ലാബിലാണുള്ളത്. ഇന്നലെ നമ്മളെത്തി. നമ്മൾ പൂൾ സൈഡിൽ നല്ലൊരു ഡിന്നറൊക്കെ കഴിച്ചു. രാത്രിയിൽ നല്ല സുഖമായിട്ട് ഉറങ്ങി. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഒരു ടെൻറ്റഡ് ഹൗസിലായിരുന്നു. ഇതൊരു 4 സ്റ്റാർ റിസോർട്ടാണ്. അപ്പോൾ 4 സ്റ്റാറിൻ്റെ ലക്ഷറിയിലേക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് രാത്രി നല്ലപോലെ ഉറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല രാവിലെ ഫ്രഷായിട്ട് എഴുന്നേറ്റ് നമ്മുടെ ക്ഷീണമൊക്കെ മാറി. ഈ റിസോർട്ടിൽ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് റിസോർട്ട് കാണാനൊക്കെ ഉണ്ട്. ബൈജു നമ്മളെ ഇവിടുത്തെ റിസോർട്ടിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. ഹെറിറ്റേജ് വില്ല റൂംസ് കാണിക്കാനായിട്ടാണ് ബൈജു നമ്മളെ കൊണ്ടുപോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഒരു റൂം അവർ സാനിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പൈസസ് ലാബിൽ ഒരു റൂം സാനിറ്റൈസ് ചെയ്ത് 24 മണിക്കൂറിന് ശേഷമാണ് ആ റൂമിലേക്ക് ഒരു ഗസ്റ്റിനെ അവർ ചെക്ക് ഇൻ ചെയ്യിപ്പിക്കുന്നത്. ഹെറിറ്റേജ് പ്രീമിയം വില്ലയിലേക്ക് ഒരു തടി കൊണ്ടുള്ള സ്റ്റെയർ കേസ് കയറി വേണം മുകളിലെത്താനായിട്ട്. അവിടുത്തെ ലോക്ക് തന്നെ മണിച്ചിത്രത്താഴാണ്. പേര് പോലെ തന്നെ ഹെറിറ്റേജ് സ്റ്റൈലിലുള്ള ഒരു വില്ലയാണിത്. ഇവിടെ തടി കൊണ്ടുള്ള ഒരു ആട്ടുതൊട്ടിലൊക്കെ ഉണ്ട്. സ്പേഷ്യസ് ആണ്. സ്പൈസസ് ലാബിലെ എല്ലാ റൂമിലും കോഫി ടീ മേക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, എല്ലാ റൂമിലെയും ടോയ്ലറ്റ് നല്ല സ്പേഷ്യസ് ആണ്. ഇവിടുത്തെ റൊമാൻറ്റിക് വില്ലയാണ് ജക്കൂസി വില്ല. കൂടുതലും ഹണിമൂൺ കപ്പിൾസ് പ്രിഫർ ചെയ്യുന്നൊരു സ്ഥലമാണിത്. ഗാർഡൻ വില്ല ഒരു ഫാമിലി 2 കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് പെർഫെക്റ്റ് ആണ്. കാരണം അതിനകത്ത് കിഡ്സ് റൂമും ഉണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കോട്ടേജാണ് ഗാർഡൻ വില്ല. സ്പൈസ് ലാബ് ഒരു അടിപൊളി ഫാമിലി ആയിട്ടൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല റിസോർട്ടാണ്. പ്രത്യേകിച്ചും കപ്പിൾസൊക്കെ ആയിട്ട് വരുവാണെന്നെങ്കിൽ നല്ല നല്ല ആംബിയൻസും. ഇവിടെ തന്നെ നമുക്ക് വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് സമയം ചിലവഴിക്കാനുള്ളതുണ്ട്. ഒരു ദിവസം അല്ല 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തൊരു ചെറിയൊരു സ്പൈസ് പ്ലാന്റേഷൻ ഉണ്ട്. ഒരു ചെറിയ അരുവി ഇതിൽ പോകുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അരുവിയിൽ പോയി കുളിക്കാം. ഇവിടെ നിന്ന് ട്രെക്ക് ചെയ്ത് പോകുന്നവർക്കല്ലേ രാവിലെ ഓടാൻ പോകണമെന്നോ നടക്കാൻ പോകണമെന്നുള്ളവർക്കൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രാമക്കൽമേട് അടുത്താണ്, വണ്ടൻമേട് അടുത്താണ്. തേക്കടി നമുക്ക് രാവിലെ ടൂർ പോയിട്ട് വരാം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ സ്ഥലങ്ങൾ നമ്മൾ ചുറ്റി കറങ്ങാനായിട്ട് ഇവിടെ തന്നെ ഇഷ്ടംപോലെ നമുക്ക് ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ളതുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ളതും ഉണ്ട് റിസോർട്ടിൽ. പൂളുണ്ട്. പൂളിപ്പം കോവിഡ് പ്രോട്ടോക്കോളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പൂളിൻ്റെ കാര്യത്തിൽ. സ്പാ ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. പ്രത്യേകിച്ച് ഹണിമൂൺ കപ്പിൾസൊക്കെ വരുവാണെങ്കിൽ അവർക്ക് കംപ്ലീറ്റ് പ്രൈവസിയിൽ ഒരു ട്രീ ഹൗസ് ഉണ്ട്. അവിടെ നിന്നുള്ള വ്യൂ ഉണ്ട്. നല്ല അടിപൊളിയാണ്. സ്പൈസസ് ലാബിലെ നല്ല ഓർമ്മകളുമായി ഞങ്ങൾ എറണാകുളത്തേക്ക് പുറപ്പെട്ടു.